രംഗങ്ങൾ അത് വെളിപ്പെടുത്തും. സത്യങ്ങൾ എന്തായാലും തെളിഞ്ഞല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം ഇനി എവിടെ പോയി അവസാനിക്കും എന്നുള്ള രീതി. ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾക്കൊരു പ്രതീക്ഷയില്ല, ഇതൊക്കെ ഇങ്ങനെ പോലീസ് ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഒരു കമൻറ്റ് കാണാനും കൂടെ ഇടയായിട്ടുണ്ട്. രഞ്ജിത്ത് കൃഷ്ണ വാര്യർ എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. ഞാനൊന്ന് വായിച്ചുതരാം. അർജുനെ പറ്റിയാണ്. ഈ അർജുനെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. എൻ്റെ ഒരു കോളേജ്. അവൻ ഫ്രോഡായിരുന്നു. ആക്സിഡൻറ്റ് പറ്റിയപ്പോൾ എന്നെ നേരിട്ട് വിളിച്ചു. കണ്ടപ്പോൾ വളരെ മാന്യനായി തോന്നി. പിന്നീട് 2 തവണ വിളിച്ചിരുന്നു. അന്ന് അവൻ സ്കൂബ് ഡൈവിംഗ് ആണെന്ന് തൊഴിലെന്ന് പറഞ്ഞത്. വാർത്ത വന്നപ്പോഴാണ് അറിയുന്നത് ഇവനാണ് അർജുൻ എന്ന്. ശരിക്കും ഞെട്ടിപ്പോയെന്നുള്ള രീതിയിൽ. അർജുൻ പഠിച്ച കള്ളനാണെന്നാണ് ആൾക്കാരുടെ സംസാരവും കാര്യങ്ങളൊക്കെ. എന്തായാലും മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലായി കിടക്കുക. ലക്ഷ്മി എന്തിനാണ് ഇത്രമാത്രം ഈ വെളുപ്പിക്കുന്നതെന്നാണ് എനിക്കൊരു പിടുത്തം കിട്ടാതെ. എന്തായാലും സത്യം തെളിയട്ടെ. എന്തായാലും നമുക്കിനി കുറച്ചും കൂടെ നോക്കാം ഇവിടെ പോയി അവസാനിക്കും എന്നുള്ള രീതിയിൽ. എന്തായാലും കേസ് ഇച്ചിരി സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയില്ലെങ്കിൽ പല മാന്യന്മാരും എന്താ പറയണ്ടേ സേഫായിട്ടിരിക്കും. അതൊരിക്കലും നമ്മുടെ നാട്ടിൽ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു.